പോലീസ് ക്യാമ്പിൽ കടുത്ത ട്രെയിനിങ് ഉണ്ടെന്നല്ലേ ഇവരിങ്ങനെ ആവുന്നത്. കാക്കിയിട്ട എന്തും ചെയ്യാന്നുള്ള തൻ്റെ ഇടമുണ്ട്. ഇത്രയും സ്വാധീനവും കളക്ടർ പദവിയുള്ള എന്നെ ഇട്ട് ഓടിച്ചു. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഒരു ചായ കിട്ടിയാൽ നന്നായിരുന്നു ചേച്ചി. ആ, ഞാനിപ്പോ എടുക്കാം. മോളെ, അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലണം. കരഞ്ഞു കരഞ്ഞൊരു പാകമായ അവസ്ഥയിലാ. ആശ്വസിപ്പിക്കാൻ ഞാൻ പലതും പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം പറ്റില്ലെന്ന് പറഞ്ഞ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ഒരു ആശ്വാസമുണ്ട്. ഞാൻ എന്തായാലും അമ്മയൊന്ന് കാണട്ടെ. ദേവി, അങ്ങ് നേരിട്ടതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയില്ല ഞാനിപ്പോ നിൽക്കുന്നത്. എങ്ങനെയാ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? എന്റെ വിഷ്ണുമോനോട് ഞാൻ അങ്ങനെ ചെയ്യോ? എന്റെ മോളുടെ താലി അറുത്ത് കളയാൻ ഞാൻ ശ്രമിക്കൂ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വേദനിപ്പിച്ചവരുടെ മാനസികാവസ്ഥ. ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് മനസ്സുഖം അവർക്ക് കിട്ടുന്നത്? അന്നത്തെ ദൈവികമായിട്ട് കാണുന്ന എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്റെ ദേവി. എന്റെ ശാലിനിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അങ്ങയുടെ മുന്നിൽ നിന്ന് സ്വയം ദഹിക്കുക ഞാൻ. ഈ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്റെ ദേവി. ഇതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി കൊടുക്കണേ ദേവി. എന്റെ വിഷ്ണുമോന് ഒരാപത്തും വരുത്തല്ലേ. ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയാ ഞാൻ ഈ കേണപേക്ഷിക്കുന്നത്. എന്റെ മോളെക്കാൾ കൂടുതൽ പരിഗണന ഞാൻ എന്റെ വിഷ്ണുമോന് എന്നും കൊടുക്കാറുള്ളതാണ്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ ഒരു ചതി അവന് സംഭവിച്ചെന്ന് പറയുന്നല്ലോ. എത്ര തല തല്ലിയാലും തീരാത്ത പാപമാണല്ലോ ദേവി എന്റെ മേല് വന്നിരിക്കുന്നത്. അമ്മേ, മോളെ, ഇതെന്തൊരിരിപ്പാ അമ്മ ഇത്? മോളെ, അമ്മ എന്താ ഇത്? എന്റെ പൊന്നു മോളെ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി കേൾക്കുന്നതൊക്കെ. എന്റെ കൈപ്പിഴ കൊണ്ട് അങ്ങനെ സംഭവിക്കുമോ?